സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ അപർണ സന്തോഷ്. നമ്മൾ UGC നെറ്റ് എക്കണോമിക്സ് എക്സാമിൽ എല്ലാവർക്കും കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും പ്രോബബിലിറ്റിയുടെ ഏരിയ. കാണുമ്പോൾ സംഭവം സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു ഏരിയ ആണ് പ്രോബബിലിറ്റി അല്ലേ. സാധാരണഗതിയിൽ പ്രോബബിലിറ്റിന്ന് 2 ചോദ്യമൊക്കെ വരില്ല. അപ്പൊ അത് സ്കിപ്പ് അടിച്ചാൽ 4 മാർക്ക് പോകും. 4 മാർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും പ്രോബബിലിറ്റി സ്കിപ്പ് ചെയ്തതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം സ്ഥിരമായിട്ട് ഒരേ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരാറുള്ളത്. പക്ഷേ ജൂൺ 2025 എക്സാമിന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മുടെ കോംപ്രഹെൻഷന്റെ ഏരിയയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ്, അതായത് 10 മാർക്കാണ് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് വന്നത്. ചിലവർക്ക് അത് ടഫായിരുന്നു, അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നു. ചിലവർക്ക് അത് കാരണം നെറ്റ് ക്രാക്ക് ചെയ്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം എങ്ങനെ സുഖമായിട്ട് നിങ്ങൾക്ക് അത് മിക്കവർക്കും ടഫായിട്ട് ഫീൽ ചെയ്യും. എങ്ങനെ പ്രോബബിലിറ്റി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ ആ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഇനി നിങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ CC ആപ്പിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡെയിലി മോക്ക് ടെസ്റ്റുകളും ഡെയിലി ഫ്രീ ക്വിസും കറണ്ട് അഫയേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ PDFs നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ തന്നെ എന്താ പറയാ റാങ്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അന്ന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കാണുമ്പോൾ ഇത് അത്യാവശ്യം ടഫായിരുന്നു. ഒരു ഡൈസ് 2 ഫെയർ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 3 ഇവന്റുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് C കാണാനും A ഇന്റർസെപ്റ്റ് Bയും അതുപോലെ A ഇന്റർസെപ്റ്റ് B ഇന്റർസെപ്റ്റ് ഒക്കെ കാണാൻ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു വലിയ ചോദ്യമാണ് തന്നിരുന്നത്. അപ്പൊ ഈ ചോദ്യം നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഞാൻ പറയുന്നതിന് മുമ്പ് എന്താണ് പ്രോബബിലിറ്റി എന്നൊരു രീതിയിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പോ ആദ്യം തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് വെൻ 2 കോയിൻസ് ആർ ടോസ്ഡ്? 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രോബബിലിറ്റി എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി. ആദ്യം തന്നെ നിങ്ങൾ അറിയാം, നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, ഒരു ഹെഡും ഒരു ടെയിലും കിട്ടും അല്ലെ, ഒരു ഹെഡും ഒരു ടെയിലും. അപ്പൊ നമ്മുടെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഔട്ട്കം എന്ന് പറയുന്ന 2 ആണ്. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്ററിൽ ഈ 2 ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഒറ്റ കോയിനാണ്, എൻ്റെ കയ്യിൽ ഒരു കോയിൻ ഉണ്ട്. ഞാൻ ആ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. അപ്പൊ നമ്മുടെ ഔട്ട്കം എത്രയാണ്? 2 ആണ്. അപ്പൊ എനിക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി നമ്മുടെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിന്റെ നേർ പകുതി അല്ലേ, 1/2. ഹെഡ് എത്രയുണ്ട്? 1 ഉള്ളൂ, അപ്പൊ 1/2. ഇനി പ്രോബബിലിറ്റി ഓഫ് ടെയിൽ എന്ന് പറഞ്ഞാലും എന്തായിരിക്കും? അത് എത്രയാണ്? ഒരു ഒറ്റ ടെയിലേ ഉള്ളൂ, സോ അതും 1/2. സിമ്പിൾ ആണ് അല്ലേ. ഇനി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവാണ്. 2 കോയിൻ ഇരട്ടിയായി. അപ്പൊ നമുക്ക് നേരത്തെ 2 ഔട്ട്കം വരുന്നു, അതിന്റെ ഇരട്ടി 4 ഔട്ട്കം ഇനി വരും അല്ലെ. 2 കോയിൻ ഞാൻ ടോസ് ചെയ്യാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും വരുന്നത്? ഒന്നില്ലെങ്കിൽ എന്താ, 2 ഹെഡ് വരാം, അല്ലെങ്കിൽ ആദ്യത്തെ കോയിനിൽ ഹെഡ്, രണ്ടാമത്തെ കോയിനിൽ ടെയിൽ വരാം. പിന്നെ എന്താ സംഭവിക്കാം? ആദ്യം ടെയിലും പിന്നെ ഹെഡും വരാം. പിന്നെ എന്താ സംഭവിക്കുക? 2 ടെയിലും വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്കം അല്ലെങ്കിൽ സാമ്പിൾ സ്പേസ് ഇതാണ്. ഓക്കെ, അപ്പൊ ഔട്ട്കം എന്ന് പറയുന്നത് എത്രയുണ്ട്? 1, 2, 3, 4 ഔട്ട്കം ഉണ്ട്. ഓക്കെ, ഔട്ട്കം എന്ന് പറയുന്ന 4. അപ്പൊ ഡിനോമിനേറ്ററിൽ 4 ആയിരിക്കും, അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, ഒരു ഹെഡ് എങ്കിലും. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്റ്റും അറ്റ്ലീസ്റ്റും ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ്ലീസ്റ്റ് ആണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 1 എന്നാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ 1, 2 എന്നാണെങ്കിൽ 2 എന്നുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. അപ്പൊ 1 ആണ് നമ്മൾ പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡ് എങ്കിലും, ഒരു ഹെഡ് എങ്കിലും എന്നാ പറഞ്ഞത്. ഒരെണ്ണമെങ്കിലും അതിൻ്റെ അകത്ത് വേണം. ആദ്യത്തെ നോക്കാം, HH. ഒരെണ്ണെങ്കിലും ഉണ്ടാവണം എന്ന് പറഞ്ഞ് 2 എണ്ണം ഉണ്ടാവണോണ്ട് കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് ഒരെണ്ണം എങ്കിലും ഉണ്ടാവണം. സോ 2 എണ്ണം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇതെടുക്കാം, HH നമുക്ക് എടുക്കാം. അടുത്തത് HT. ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു, ഇവിടെ ഒരെണ്ണം ഉണ്ട്. TH ഒരെണ്ണം ഉണ്ട്. TTയിൽ എവിടെ ഹെഡ് ഇല്ല അല്ലെ, അപ്പൊ ഇതില്ല. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1, 2, 3, 3/4. ക്ലിയർ അല്ലേ? എന്താ ചോദിച്ചിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്നാണ്. ഒരു ഹെഡ് എങ്കിലും എന്നാ പറഞ്ഞേക്ക്. ഒരെണ്ണെങ്കിലും നമുക്ക് വേണം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടത്തെ നോക്കിക്കേ, ഹെഡ് 2 എണ്ണം ഉള്ളപ്പോ 2 എണ്ണം എടുത്തേക്കണേ, ഒരെണ്ണം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഒരെണ്ണം എങ്കിലും, ഒന്നിൽ കൂടുതലാവാം, 1+ എന്നാവാം. ഓക്കെ, അതായത് 1 ഓർ മോർ ദാൻ 1 ആവണേലും കുഴപ്പമില്ല. ഓക്കെ, 1 ഒന്നിൽ കൂടുതലോ, പക്ഷെ 1 താഴെ വരാൻ പാടില്ല, 0 വരാൻ പാടില്ല. അതാണ് അറ്റ്
ലീസ്റ്റ്. ഇതിന് നേരെ ഉൾട്ടയായിട്ടാണ് നമ്മുടെ അറ്റ്മോസ്റ്റ് വരുന്നത്. അറ്റ്ലീസ്റ്റ് ഒക്കെ അല്ലേ, ഒരെണ്ണം എങ്കിലും വേണം. ഒന്നോ ഒന്നിൽ കൂടുതലോ ആവാം, ഒന്നിൽ താഴാൻ പാടില്ല. അതുകൊണ്ടാണ് 3 എണ്ണം വന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇങ്ങനെ നമ്മളോട് ചോദിച്ചു, ഇങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? പക്ഷെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് ഇത് നമ്മൾ പ്രോബ്ലം വൈസ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കാണാൻ പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളോട് ചോദ്യത്തിൽ ചോദിച്ചേക്കുന്നത് അറ്റ് ലീസ്റ്റ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൺ പ്ലസ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 1 മൈനസ് ഒന്നിൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നൺ, ഒന്നും കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി സബ്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, അപ്പൊ 1 ഒന്നിൽ നിന്ന്, അതായത് നൺ എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് നൺ. ഹെഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഹെഡ് ഉണ്ട്, ഇവിടെ ഹെഡ് ഉണ്ട്, ഇവിടെ ഹെഡ് ഉണ്ട്. ഹെഡ് ഇല്ലാത്ത ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ 0 ഹെഡ്, അതായത് നൺ, പ്രോബബിലിറ്റി ഓഫ് നൺ എന്ന്, പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് ഹെഡ്, ഒരു ഹെഡ് പോലും കിട്ടാത്തതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഹെഡ്സ്, ഹെഡ്സ് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഒന്നിൽ നിന്ന് ഹെഡ് ഇല്ലാത്ത ഏതാണ്? ഒരൊറ്റയേ ഉള്ളൂ, അതായത് 1/4. അത് എത്ര വരും? 3/4. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഇക്വേഷൻ മോഡലിൽ അത് ചെയ്യണം. ഒരു കുഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാവും, കുഴപ്പമില്ല. ഒരു ചെറിയ ഐഡിയ കിട്ടിയില്ലേ? നമുക്ക് ഇവിടെ എങ്ങനെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ഓർ ഗ്രേറ്റർ ദാൻ 1 ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിന്റെ ഇക്വേഷൻ എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ, ഹെഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്നാണ്. ഒന്നിൽ നിന്ന് ഹെഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി മൈനസ് ഹെഡ് ഇല്ലാത്ത ഒറ്റ പ്രോബബിലിറ്റി ഉള്ളൂ 1/4. ക്ലിയർ അല്ലേ? ഇനി മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ 1/4 ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. മുന്നോട്ട് പോവുകയാണ്. ഇനി 2 കോയിൻ ടോസ് ചെയ്തപ്പോൾ അറ്റ് മോസ്റ്റ് 1 ഹെഡ്, അറ്റ് മോസ്റ്റ് 1 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ്. അപ്പൊ നമുക്കറിയാം ഏതൊക്കെയാണ് ഇവിടെ എഴുതാം അല്ലെ? HH, TH, HT, TT, ഇതാണ് നമുക്കുള്ളത് ഇവിടെ സാമ്പിൾ സ്പേസ്. അപ്പോ എന്താ ചോദിച്ചേക്കുന്നത്? അറ്റ് മോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ് മോസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്മോസ്റ്റ് 1 ഹെഡ് ആണ്. അറ്റ്മോസ്റ്റ് അതായത് ഒന്നോ ഒന്നിൽ താഴെയോ. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നോ ഒന്നിൽ താഴെയോ. ഓക്കെ, അപ്പൊ ഒന്നോ ഒന്നിൽ താഴെ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇവിടെ നോക്കുക, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഒന്നോ ഒന്നിൽ താഴെ, ഒന്നിന് താഴെ എന്താണ്ടാവണേ? 0 അപ്പോ 0ഉം 1ഉം മാത്രമേ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. മറ്റേടത്ത് എന്താണ്? അറ്റ്ലീസ്റ്റ്. ഇവിടെ അറ്റ്മോസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ 0 ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ആണെങ്കിൽ 1 പ്ലസ് 1, അതായത് 1ൽ കൂടുതലുള്ളത്. ഓക്കെ, അപ്പൊ അറ്റ്മോസ്റ്റ് വന്നപ്പോ എന്താ? 0, അതായത് ഒന്നോ ഒന്നിൽ താഴെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്താണ്? 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് ഇത് പോയി. ഇവിടെ ഒരെണ്ണം ഉള്ളൂ, ഇതെടുക്കാം. ഇവിടെ ഒരെണ്ണം ഉള്ളൂ, ഇവിടെ എന്താ? ഹെഡ് 0 ഉണ്ട്, അപ്പൊ ഇതും എടുക്കാം. സോ 3/4 തന്നെയാണ് അറ്റ്മോസ്റ്റ് 1 ഹെഡ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്നാണ് ചോദിച്ചെങ്കിലോ? അതൊന്ന് കമന്റിൽ പറയൂ. അറ്റ്മോസ്റ്റ് 2 ഹെഡ് ആണെങ്കിൽ അപ്പൊ എന്താണ്? അപ്പൊ എങ്ങനെ വരും? 2 2ൽ താഴെയോ, 2 2ൽ താഴെയോ എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വരാം? 0 വരാം, 1 വരാം, 2 വരാം അല്ലേ? നോക്കിയാലോ? 0 ഇവിടെ നോക്കാം. 2 1 2 3 0 1 2 എന്നുള്ള രീതിയിൽ ഹെഡ് വരുന്നത്. 0 ഹെഡ് വരുന്നതും 1 ഹെഡ് വരുന്നതും 2 ഹെഡ് വരുന്നതും എടുക്കാം. ഇവിടെ 2 ഹെഡ് വരുന്നുണ്ട്, അപ്പൊ ഇതെടുക്കാം. ഇവിടെ 1 ഹെഡ്, ഇവിടെ 1 ഹെഡ്, 1 ടി. അപ്പോ 4/4 1 ആണ് അറ്റ്മോസ്റ്റ് 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ക്ലിയർ അല്ലേ? ഇനി ഇത് ഞാൻ മറ്റേ 1 മൈനസ് വെച്ച് നമ്മൾ അവിടെ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ എന്താ ചെയ്യുക? 0ഉം 1ഉം, അതായത് ഹെഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി പ്ലസ് 1 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. 0 ഹെഡ് ഉള്ള പ്രോബബിലിറ്റി എത്രയാണ്? 0 ഹെഡ് ഉള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെ 1 ഹെഡ് പോലും ഇല്ല, അപ്പൊ 1/4 പ്ലസ് അതുപോലെ എന്താണ്? 1 ഹെഡ് ഉള്ളത് എത്ര പ്രോബബിലിറ്റി? 1 ഹെഡ് ഉള്ള 2 എണ്ണം ഉണ്ട്, 2/4. അപ്പൊ എത്രയായി? 3/4. ഇനി ഇവിടെ 2 ഹെഡിന്റെ വരുമ്പോ എങ്ങനെയായിരിക്കും? ഒറ്റ ഹെഡ് പോലും ഇല്ലാത്തത്, 1 ഹെഡ് ഉള്ളത്, 2 ഹെഡ് ഉള്ള പ്രോബബിലിറ്റി. അപ്പൊ 0 ഉള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/4 പ്ലസ് 1 ഹെഡ് ഉള്ളത് 2/4
പ്ലസ് 2 ഹെഡുള്ള 1/4. അപ്പൊ 4/4 നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഇനി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ക്ലിയർ അല്ലേ? സംഭവം എന്താണ്? അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളോട് അറ്റ്ലീസ്റ്റ് എന്നാണ് ചോദിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ആണെങ്കിൽ 1 ആൻഡ് മോർ ദാൻ 1. ഓക്കെ, ഇവിടെ നമുക്ക് 2 വരെ ഉള്ളതുകൊണ്ട് 2 വരെ ഉള്ളൂ. 1, 2, 3 എന്നുള്ള രീതിയിൽ കൂടി പോകും. അറ്റ് മോസ്റ്റ് 1 എന്നാണെങ്കിൽ മാക്സിമം 1 വരെ വരാവുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ്? 0, 1. ഇവിടെ 2 ആണെന്ന് ചോദിക്കണമെങ്കിൽ 0, 1, 2 എന്നുള്ള ക്രമത്തിൽ പോകും. ക്ലിയർ അല്ലേ? ഇതാണ് സംഭവം. ആൻഡ് നമ്മുടെ അറ്റ്ലീസ്റ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ, 0 കിട്ടാനുള്ള പ്രോബബിലിറ്റി. മറ്റേത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് 1 ആണെങ്കിൽ ഇത് 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 1 ആവും. ഇനി അതായത് ഒരു nth ടൈം വരെ നമുക്ക് അതങ്ങനെ പോവാം. അപ്പൊ എന്താണ്? 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് n വരെ അറ്റ്മോസ്റ്റിന് പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു നെറ്റിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇത് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു PYQ ആണ്. ഇതെന്താണ് ചോദിച്ചേക്കുന്നത്? എ കാൻഡിഡേറ്റ് സെലക്ടഡ് ഫോർ ആൻ ഇന്റർവ്യൂ ഫോർ 3 പോസ്റ്റ്. 3 പോസ്റ്റിലേക്ക് ഒരു ഇന്റർവ്യൂ ഒരു കാൻഡിഡേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫോർ ദ ഫസ്റ്റ് പോസ്റ്റ്, ആദ്യത്തെ പോസ്റ്റിൽ 3 കാൻഡിഡേറ്റ്, രണ്ടാമത്തേല് 4 ആൻഡ് മൂന്നാമത്തേല് 2 കാൻഡിഡേറ്റ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാൻഡിഡേറ്റ് ഈസ് സെലക്ടഡ് ഫോർ അറ്റ്ലീസ്റ്റ് 1 പോസ്റ്റ്? ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ്. ഇവിടെ നമുക്ക് നേരത്തെ ആ ഹെഡ് ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പാടായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ എന്താ, ഞാൻ നേരത്തെ പഠിപ്പിച്ച ഇക്വേഷൻ ഇട്ട് ചെയ്യണം. എന്താ നമ്മുടെ ഇക്വേഷൻ? പ്രോബബിലിറ്റി അറ്റ്ലീസ്റ്റ് 1ന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ. 1ൽ നിന്ന് ആരും സെലക്ട് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആരും സെലക്ട് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ആരും സെലക്ട് അതെങ്ങനെ കണ്ടുപിടിക്കും? നോക്കുക, നമ്മളോട് എന്താ ചോദിച്ചിരിക്കണേ? ഫസ്റ്റ് പോസ്റ്റിൽ 3 കാൻഡിഡേറ്റ് ഉണ്ട്. ഓക്കെ, 3 പേരുണ്ട്. രണ്ടാമത്തേല് 4 പേര്, മൂന്നാമത്തേല് 2. അങ്ങനെ 3 കാൻഡിഡേറ്റ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിലൊരു ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഇപ്പൊ ഞാനാണ് ഈ ഇന്റർവ്യൂവിന്, ഇപ്പൊ നിങ്ങളാണ് എക്സാം എഴുതാൻ പോകണമെങ്കിൽ നിങ്ങളാണ് ഇന്റർവ്യൂവിന് പോകണമെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളാണ് ഇന്റർവ്യൂവിന് പോകണം. ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ പറഞ്ഞു നമുക്ക് കാണേണ്ടത് നൺ കിട്ടിയാലേ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിൽ പോലും സെലക്ട് ചെയ്ത്, അതായത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് സെലക്ടഡ്, ഒരെണ്ണത്തിൽ പോലും സെലക്ട് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് മൈനസിന്റെ. ആദ്യം അതെങ്ങനെ കണ്ടുപിടിക്കും? സെലക്ട് ആയതിൽ നിന്ന് ഇപ്പൊ ഞാനിപ്പോ സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി 1/4 ആണെങ്കിൽ 1 മൈനസ് 1/4 ആണ് ഈ നോട്ട് സെലക്ടഡ് വരുന്നത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എന്താണ്, ആ നൺ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ, നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി അറിയണമെങ്കിൽ സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി അറിയണ്ടേ? സോ ആദ്യം തന്നെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, ആദ്യം നമ്മൾ എന്താ നോക്കുന്നത്? സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് നോക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് പോസ്റ്റിലേക്കുള്ളത്. ഓക്കെ, ഫസ്റ്റ് പോസ്റ്റിലേക്കുള്ളതാണ്. അവിടെ എന്താ 3 ഞാൻ ഇന്റർവ്യൂവിന് പോയപ്പോഴത്തേക്ക് നമ്മളെന്താ, നമ്മുടെ ഭാവിയിലത്തെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആണ്. അപ്പൊ നമ്മളെന്താ കോളേജിൽ ഇന്റർവ്യൂവിന് പോയേക്കുവാണ് കേട്ടോ. ഞാനൊരു കോളേജിൽ ഇന്റർവ്യൂവിന് പോയി. അപ്പൊ ഞാൻ കോളേജിൽ ഇന്റർവ്യൂവിന് പോയപ്പോഴത്തേക്ക് ഞാൻ 3 കോളേജിലാണ് ഇന്റർവ്യൂവിന് പോകാനിരുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ കോളേജിൽ ഞാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഒരിക്കലും 3 കാൻഡിഡേറ്റ്സ് അല്ല, ഇഷ്ടംപോലെ എന്താ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഉണ്ട്. നമ്മൾ എഴുതി കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അല്ലേ? അപ്പോൾ 3 കാൻഡിഡേറ്റ്സ് ആണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ആ കോളേജിൽ പോയപ്പോൾ, ഇപ്പൊ ഞാൻ മഹാരാജാസിൽ ഇന്റർവ്യൂവിന് പോയേക്കാണ്. മഹാരാജാസ് ഞാൻ ഇന്റർവ്യൂവിന് പോയപ്പോഴത്തേക്കും അവിടെ എന്താ, എനിക്ക് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് 3 പേരാണുള്ളത്. ഓക്കെ, A, B ആൻഡ് ഞാൻ. ഓക്കെ, ഞങ്ങൾ 3 പേരുമാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോ ഏതൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ, 3 പേരേ ഉള്ളൂ. അപ്പൊ എന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ഇവർക്ക് 2 പേർക്കും കിട്ടില്ലെങ്കിൽ എനിക്ക് കിട്ടും അല്ലെ? 3 പേര് വെച്ച് നോക്കുമ്പോൾ അപ്പൊ എനിക്ക് കിട്ടാനുള്ള സാധ്യത എന്താണ്? ഞാൻ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/3 ആയിരിക്കും അല്ലെ? ഇനി ഞാൻ അടുത്ത കോളേജിൽ ഇന്റർവ്യൂവിന് പോയി, രണ്ടാമത്തെ പോസ്റ്റിൽ. അവിടെ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഇനി മൂന്നാമത്തെ സ്ഥലത്ത് ഞാൻ ഇന്റർവ്യൂവിന് പോയി. അവിടെ എന്താണ്, ഇവിടെ 3 നല്ല എഴുതണ്ടേ, ഞാൻ എഴുതാം. ഫസ്റ്റ് പോസ്റ്റ്, സെക്കൻഡ് പോസ്റ്റ് എന്നൊക്കെയാണ് ഞാനിത് എഴുതാത്തതാണ് കേട്ടോ.
ഓക്കെ, അവിടെ എന്താണ് 2 പേരേ ഉള്ളൂ. അപ്പൊ എന്റെ ചാൻസ് 1/2, 50-50 ചാൻസ് ആണ്. ഓക്കെ, ഇത് ഞാൻ സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റിയാണ്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇനി നമുക്ക് എന്താ ശരിക്കും കാണണ്ടേ? സെലക്ട് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി ഓഫ് നോട്ട് ബീയിങ് സെലക്ട് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, ആദ്യം അതെങ്ങനെയാ കാണുക? മൈനസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നോക്കാം. ആദ്യത്തെ എന്താണ്? ഫസ്റ്റ് പോസ്റ്റിലേക്ക് ഞാൻ സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/3 ആണ്. സോ 1 മൈനസ് നോട്ട് എന്നുണ്ട് ഇവിടെ, 1 മൈനസ് 1/3 ആണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പോസ്റ്റിലേക്ക് നോട്ട് സെലക്റ്റഡ് ആവാനുള്ള കാര്യം എന്താണ്? അതെത്രയാണ്? 1 മൈനസ് 1/4 ആണ്. ഇനി മൂന്നാമത്തെ പോസ്റ്റിലേക്ക് സെലക്ട് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മൈനസ് 1/2 ആയിരിക്കും. ഓക്കെ, ഇതെത്ര വരും? 2/3, 3/4, 1/2. ഓക്കെ, ഇതാണ് നമ്മുടെ നോട്ട് ബീയിങ് സെലക്റ്റഡിന്റെ പ്രോബബിലിറ്റി. ഇനി പ്രോബബിലിറ്റി ഓഫ്, ഇനി എല്ലായിടത്തും സെലക്ട് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് റിജക്റ്റഡ്, എല്ലായിടത്തും എന്നെ റിജക്ട് ചെയ്ത് എങ്ങും എനിക്ക് ജോലി കിട്ടാത്ത സാഹചര്യമാണ്. അതെന്ത് ചെയ്യുക? ഈ 3 പ്രോബബിലിറ്റീസും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോ 2/3 into 3/4 into 1/2. 3 2s are 6, 3 4s are 12, 12 2s are 24. അപ്പൊ ഇതെന്താണ്? ഇത് ഡിവിസിബിൾ ആണ്, 1/4 ആണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ബീയിങ് സെലക്റ്റഡ് 1/4 ആണ്. നമുക്ക് ഇതാണോ കാണണ്ടേ? അല്ല അല്ലെ? നമുക്ക് എന്താ? 1 മൈനസ് നൺ ആണ് വേണ്ടത്. അപ്പൊ നമ്മുടെ എന്താണ്? അറ്റ്ലീസ്റ്റ് എന്താ വേണ്ടത്? 1 മൈനസ് 1/4. അത് എത്രയായിരിക്കും? 3/4 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? എന്താണ് നമ്മളോട് ചോദ്യം ചോദിച്ചേക്കുന്നത്? നമുക്ക് 3 പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട് എവിടെയും ഞാൻ സെലക്ട് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാൻഡിഡേറ്റ് സെലക്ടഡ്, അറ്റ്ലീസ്റ്റ് 1 പോസ്റ്റ്, ഒരു പോസ്റ്റിലേക്കെങ്കിലും 3 ഇന്റർവ്യൂവിന് പോയിട്ട് ഒരിടത്തെങ്കിലും ഇന്റർവ്യൂ കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരിടത്തെങ്കിലും എനിക്ക് ജോലി കിട്ടാനുള്ള സാധ്യത. ഞാൻ ആദ്യത്തെ കോളേജിൽ പോയപ്പോഴത്തേക്ക് ഞാൻ മഹാരാജാസിൽ പോയി. മഹാരാജാസിൽ എനിക്ക് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? 1/3 ആണ്. 3 പേരുണ്ടായിരുന്നു. അവരിൽ 3 പേരുണ്ട്. മേ ബി അവരെയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്താൽ ഞാൻ വരും മുമ്പിൽ. വേറൊരു കോളേജിൽ പോയി, ഞാൻ BMC പോയി. അവിടെ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ 1/4 ആയി. കാരണം 4 പേരുമായിട്ടല്ലേ ഞാൻ മത്സരിക്കുന്നത്. പിന്നെ ഞാൻ SH പോയപ്പോഴത്തേക്ക് അവിടെ അവിടെ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ 1/2 ആണ് എന്റെ സാധ്യത. ഇനി എനിക്ക് മഹാരാജാസിലും BMCയിലും SHലും കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ഞാൻ നോക്കിയത്. മഹാരാജാസിൽ കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 2/3, BMCയിൽ കിട്ടാതിരിക്കാനുള്ളത് 3/4 ആൻഡ് SHൽ കിട്ടാതിരിക്കാനുള്ളതാണ് 1/2. ഓക്കെ, ഇവിടെ കിട്ടാനുള്ളത് മഹാരാജാസിൽ എനിക്ക് ജോലി കിട്ടാനുള്ള സാധ്യത 1/2ഉം കിട്ടാതിരിക്കാനുള്ള സാധ്യത 2/3 ആണ്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കുക? 1 മൈനസ് ചെയ്യുക. ഓക്കെ, ആൻഡ് പ്രോബബിലിറ്റി ഇത് ആഡ് ചെയ്യുമ്പോൾ അത് 1 ആണ്. അതുകൊണ്ടാണ് അത് സബ്ട്രാക്ട് ചെയ്യുന്നത് കേട്ടോ, അറിഞ്ഞിരിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് നൺ കണ്ടത് എങ്കിൽ ഒരിടത്തെങ്കിലും നമുക്ക് സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ ഇവിടെ ഈ ഒരു എന്താ പറയാ, ഈ കിട്ടിയ, അതായത് നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുന്ന പ്രോബബിലിറ്റി എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1നോട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്നോടെയും ഇത് ആദ്യം തൊട്ട് ഈ വീഡിയോ കാണുക. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് ആക്ച്വലി നമ്മുടെ സംഭവം. ഇത് നമ്മുടെ നെറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു PYQ ആണ്. അപ്പൊ ഞാൻ അറ്റ്ലീസ്റ്റ് 1 വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ ആണ്. അടുത്ത വട്ടം വേണമെങ്കിൽ അറ്റ്മോസ്റ്റ്, സാധാരണ ഇതിൽ കൂടുതൽ അറ്റ്ലീസ്റ്റ് ആണ് ചോദിക്കാറുള്ളത്. വേണമെങ്കിൽ അറ്റ്മോസ്റ്റും ചോദിക്കാം കേട്ടോ. അപ്പൊ എന്താ 0ഉം 1ഉം ഒക്കെ വരുന്നത് ആഡ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ കറന്റ് നെറ്റിന്റെ ബാച്ച് റണ്ണിങ് ആണ്. 60 days ബാച്ച് ആണ് കറന്റ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും. ഇതുപോലെ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നമ്മളിവിടെ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ ഓരോ ടൈമും സിലബസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാസ്റ്റ് ആണ്, നമുക്ക് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഹെൽപ്പ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. 8086881144 ആണ് നമ്മുടെ നമ്പർ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്